ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു കല്യാണത്തിന് പോകാണ്ടേനും. അപ്പം ഞാൻ വിചാരിച്ച് റാൻഡമായൊരു വീഡിയോ എടുത്ത് എന്നിട്ട് ഞാൻ കരുതി ഓക്കെ എന്നാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ പോസ്റ്റ് ചെയ്യാമെന്ന്. ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാൻ വീഡിയോ എടുത്തതെങ്കിലും ഇതിലൊരു ഡേ ഫുള്ളൊന്നുമില്ല. ഞാനിങ്ങനെ റാൻഡമായിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് ഞാൻ ഒരു ലോങ് വീഡിയോ ആക്കിയതാണ്. അപ്പോൾ പോണതിന് മുന്നേ ഞങ്ങൾ രണ്ടാളും കൂടി സ്കിൻ കെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കാല് പിടിച്ച് വിളിച്ചിരുത്തിയതാണ്. നമ്മളെ ഫംഗ്ഷൻ വരുന്നത് രാത്രിയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എന്തായാലും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടായതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നാണ് നമ്മളിപ്പോൾ ഫേസ് പാക്ക് ഇടുന്നത്. അപ്പം ഞങ്ങൾ എന്തെല്ലോ പറയുന്നുണ്ട്, എന്തെല്ലോ പൊട്ടത്തരം പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ടൊന്നും ഇവിടെ കൊടുക്കാണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. വെറുതെ എന്തിനാ നമ്മൾ പറയുന്ന പൊട്ടത്തരമൊക്കെ നിങ്ങളെയും കൂടി കേൾപ്പിക്കുന്നത്, അത് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഇത് കടലപ്പൊടിയും പാലും മിക്സ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ കല്യാണത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ സാരി ഉടുത്തിട്ടാണ് പോകുന്നത്. അത് വല്ലാത്തൊരു തീരുമാനമായിരുന്നു എൻ്റെ. ഞാൻ കുടുംബത്തിലെ ഫംഗ്ഷനൊക്കെ കല്യാണത്തിനൊക്കെ സാരി ഉടുത്തിട്ട് പോയിക്കണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മളെ കുടുംബത്തിലല്ലാണ്ട് വേറെ പുറത്ത് ഉള്ള ഒരു കല്യാണത്തിന് സാരി ഉടുത്ത് പോകുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയാണ് എനിക്ക് സാരി ഉടുത്ത് തരാമെന്ന് പറഞ്ഞത്. ഉമ്മയ്ക്ക് നല്ലപോലെ സാരി ഉടുക്കാൻ അറിയുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാ കോപ്രായങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഇടാന്ന്. ഈ ബെഡ്ഷീറ്റ് ഞങ്ങൾ സാധാരണ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ മാത്രമേ ഇരിക്കുന്ന കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേറെ 2-3 ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പം ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നല്ലൊരു ബെഡ്ഷീറ്റ് ഇടാന്ന്. അങ്ങനെയാണ് ഈ ബെഡ്ഷീറ്റ് ഇടുന്നത്. ഈ ബെഡ്ഷീറ്റ് ബെഡിനെക്കാട്ടിലും വലിയ സൈസ് ആയതുകൊണ്ട് ഇത് വിരിച്ചു കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും നല്ലപോലെ ബാക്കിയുണ്ടാവും. അപ്പം ഇത് ഉള്ളിലോട്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടി വൃത്തി. പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിരിച്ചതാണ്. ഇപ്പം നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് ലുക്ക്. ഇത് കംപ്ലീറ്റ് ലുക്ക് അല്ല കേട്ടോ, ഫൈനൽ ലുക്ക് അല്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ അതിൻ്റെ പ്രിൻ്റൊക്കെ. ഇതെവിടുന്ന് വാങ്ങി എങ്ങനെ വാങ്ങിയാന്ന് ചോദിച്ചാൽ എനിക്കറിയൂല. ഞാൻ ഇവിടെ വരുമ്പോഴേ ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേസ് പാക്ക് ഉണങ്ങുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പം രണ്ടാളും കൂടി വെറുതെ, ഇതൊക്കെ റാൻഡം വീഡിയോസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണോന്ന് ചോദിച്ചാണ്. സ്കിൻ കെയർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മളെ ഫംഗ്ഷൻ വരുന്നത് രാത്രിയാണ്, അതായത് റിസപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടാണ് പോകാനുള്ളത്. അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നതിന്റെ കുറേ മുന്നേ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആകാനായപ്പം ഞാനൊരു ഫേസ് മാസ്ക്, ഒരു ഷീറ്റ് മാസ്ക് കൂടി ഇടാന്ന് വിചാരിച്ച്. അത് ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ വാങ്ങിയൊരു വൈറ്റമിൻ സിന്റെ ഷീറ്റ് മാസ്ക് ആണ്. അപ്പം എന്തിനാണ് രണ്ടും കൂടി ഇടുന്നതെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഞാൻ ഒരു ഫേസ് പാക്ക് ഇട്ടതാണ്. പിന്നെ ഷീറ്റ് മാസ്ക് ഇടുന്ന എന്തിനാ ചോദിച്ചാൽ ഒന്നുമില്ല, ആർഭാടം, വേറെ ഒന്നല്ല. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഇടണം തോന്നി. ഞാൻ ഇതുവരെ വൈറ്റമിൻ സിന്റെ ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്തില്ല. ഞാൻ നയാസിനമൈഡും സാലിസിലിക് ആസിഡും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വൈറ്റമിൻ സി കണ്ടപ്പോ എനിക്കൊരു ത്വര ഇട്ട് നോക്കാൻ. അങ്ങനെയാണ് ഞാൻ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. ഇത് ഇട്ടിട്ട് എന്താന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉപകാരം ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്റെ സ്കിന്നിന് അത് പറ്റുന്നില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. എന്തോ ചെറിയ തോതിൽ എനിക്ക് അത് ബേൺ ആവുന്നതുപോലെ അങ്ങനൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒരിക്കലും വൈറ്റമിൻ സിന്റെ ഷീറ്റ് മാസ്ക് വാങ്ങൂലെന്ന്. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് പോകാനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കോമഡി എന്താന്ന് വെച്ചാൽ സാരി എടുത്ത് കല്യാണത്തിന് പോയ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു വ്ലോഗ് എടുക്കുന്നത്. ഇതിലാണെങ്കിൽ 1-2 വീഡിയോസ് മാത്രമേ ഉള്ളൂ ഞാൻ സാരി ഉടുത്തിട്ടുള്ളത്. എന്തായാലും സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞ് പിന്നെ ഇതല്ല കേട്ടോ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ ഉടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്താണ്. ഇതാണ് നമ്മളെ രണ്ടാളെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ തമ്മിലുള്ള കളർ കോമ്പിനേഷൻ ഏതാലേ, അങ്ങനെയാണ് നമ്മളെ മനപ്പൊരുത്തം. ഒരു ബന്ധമില്ലാത്ത കളർ മാത്രമേ ഞങ്ങൾ എന്ത് പരിപാടിക്ക് ഇട്ടിട്ട് പോയിട്ടുള്ളൂ. ഇത് ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. അപ്പൊ ഞാൻ ഈ സാരിന്റെ കൂടെ പെയർ ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കരിവള ആണ് കേട്ടോ. അപ്പൊ എനിക്ക് കരിവള ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കാറിൽ കയറിയപ്പോൾ നല്ലപോലെ ലൈറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാന്ന് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുപ്പിവള സ്റ്റോക്ക് വെക്കുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ വേറെ കളക്ഷൻ ഉണ്ട്. അപ്പൊ എന്നത്തെയും പോലെ നമ്മളെ ഡ്രൈവർ ഇയാളാണ്. അപ്പൊ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇയാളെ കൊണ്ടുപോകാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓഡിറ്റോറിയം വരുന്നത് കോവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ടൗണിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ കോവൂര്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകാണ്ട്.
അപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഹാളിലേക്ക് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ പോയി, എന്ത് ചെയ്യാനാ. എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം അവിടേക്ക് ചെന്ന് അപ്പോൾ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്, അതിൻ്റെ വീഡിയോ ഒന്നുമില്ല. ആൻഡ് നമ്മളവിടെ സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന്. പിന്നെ അവിടെ സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ലൈവ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ, എങ്ങാനും ഞാനത് അതിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് കോപ്പിറൈറ്റ് കിട്ടിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ പിന്നെ ഞാൻ അതിന് സൗണ്ട് കൊടുക്കാത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.